എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവമായ നമസ്കാരം. ഈ സാഹിത്യ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും സമാദരണീയനായ പാല ഭദ്രാസനത്തിൻ്റെ അഭിമന്യ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, സ്വാഗതം ആശംസിച്ച റവറൻഡ് മാത്യു തെന്നാട്ടിൽ, ദീപനാളത്തിൻ്റെ മുഖ്യ പത്രാധിപർ ഫാദർ കുര്യൻ തടത്തിൽ, ഇന്ന് നാം പുരസ്കാരം നൽകി ആദരിക്കുന്ന ശ്രീ വിനായക് നിർമ്മൽ, ശ്രീ ജോയി മുത്തോലി, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ, മറ്റു വൈദികർ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർ എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. കാരണം ഞാൻ പ്രധാനമായും എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ, ദീപനാളത്തിൻ്റെ എഴുത്ത് വഴികളിലൂടെ സഞ്ചരിക്കുന്ന പ്രശസ്തരായോ അല്ലെങ്കിൽ പ്രശസ്തിയിലേക്ക് ഉയരുന്നവരോ ആയ സർഗധരന്മാരുടെ ഒരു സംഗമ വേദിയിൽ പങ്കെടുക്കുക എന്നത് ആയിരുന്നു എൻ്റെ ലക്ഷ്യം. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാല, ലിറ്റററി വർക്ക്ഷോപ്പ് ആണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവരും എഴുത്തുകാരാണ് എന്നെനിക്കറിയില്ല. എഴുത്തുകാരല്ലെങ്കിൽ എഴുത്തിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഭാവിയിൽ എഴുത്തുകാരായി വളരാൻ വെമ്പുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഈ സമയത്ത് ഒരിക്കൽ ഞാനൊരു ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ, ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഓർമ്മ കുറിപ്പ് പുസ്തകം ഉണ്ടായിരുന്നു. ഓട്ടോഗ്രാഫ് എന്ന് പറയും. ഇപ്പോൾ ഓട്ടോഗ്രാഫുകൾ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാം മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്ന രീതിയാണ് നമുക്ക്. അന്ന് അതില്ല. ഓട്ടോഗ്രാഫ് പുസ്തകം, മനോഹരമായ പുസ്തകം ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ അന്ന് വലിയ ചിത്രകാരനായിരുന്ന MP ദേവന്റെ കയ്യിൽ ഞാൻ ഈ പുസ്തകം കൊടുത്തു. അദ്ദേഹം എനിക്ക് ഒരു നല്ല ചിത്രം പെട്ടെന്ന് വരച്ചു തന്നു. അതിൻ്റെ അടിയിൽ എഴുതിയത്, താങ്കൾ, ചെറിയ കുട്ടിയാണ്, താങ്കൾ എന്നൊന്നും വിളിക്കാറായിട്ടില്ല, മോനെ എന്ന് വിളിക്കാനുള്ള പ്രായമേ എനിക്കുള്ളൂ. പക്ഷെ ദേവൻ എഴുതിയത്, താങ്കൾ ഒരു എഴുത്തുകാരനായില്ലെങ്കിൽ വേണ്ട, എഴുത്തിനെ സ്നേഹിക്കുന്ന ആളായി വളരുക എന്ന് ആണ്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ എല്ലാവരും എഴുത്തുകാരാകുന്നത് നല്ലത്, കലാകാരന്മാരായി വളരുന്നത് ഏറെ നല്ലത്. പക്ഷേ അതിനായില്ലെങ്കിലും വിഷാദിക്കേണ്ട, നല്ല എഴുത്തിനെ സ്നേഹിക്കുന്ന, അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലമുറയുടെ സ്രഷ്ടാക്കളായി തീരുക എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. കഴിഞ്ഞ 10 കൊല്ലം വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കുതിക്കുന്ന ദീപനാളത്തിൻ്റെ പുറങ്ങളിൽ വല്ലപ്പോഴുമൊക്കെ എൻ്റെ പേരും പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഏറെ താല്പര്യമുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ദീപനാളം. ദീപനാളത്തിൻ്റെ വികാസ പരിണാമങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ ബഹുമാനപ്പെട്ട തടത്തിൽ അച്ഛനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഒക്കെ എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അർപ്പിക്കുന്നു. ഇവിടെ ഇങ്ങനൊരു സാഹിത്യ ശില്പശാല, ഏകദിന ശില്പശാല നടക്കുമ്പോ എന്താ എനിക്ക് പറയാനുള്ളത് എന്ന് ഞാൻ ആലോചിച്ചു. നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിക്കുമെന്നും വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയാമെന്നും ഒക്കെയുള്ള എന്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ മനസ്സിലില്ല. മറിച്ച് ഞാനിങ്ങനെ
നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. പ്രഭാഷണ സ്വഭാവമാണ് ഈ യോഗത്തിൽ എനിക്ക് അവലംബിക്കേണ്ടി വന്നിരിക്കുന്നത്. എൻ്റെ പ്രസംഗം കഴിഞ്ഞ് പിതാവ് ഇവിടുന്ന് പോവുകയാണ് എങ്കിൽ, സാവകാശം അങ്ങനെ ഉണ്ടാകുന്നു എങ്കിൽ, നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ ഞാൻ ഒരുക്കമായിരിക്കും എന്നും പറഞ്ഞുകൊള്ളണ്ടേ. എനിക്ക് മടിയൊന്നുമില്ല. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കഥാകാരനാകുന്നു എങ്കിൽ, എൻ്റെ അഭിപ്രായമാണ്, ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു തീം വേണം, ഒരു വിഷയം വേണം. നിങ്ങൾക്ക് എഴുതാൻ ഒരു പ്രമേയം, അവതരിപ്പിക്കാൻ ഒരു പ്രമേയം വേണം. അത് ലോകത്ത് നന്നാക്കിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാ ആശയം പ്രചരിപ്പിക്കുന്നതായിക്കൊള്ളണമെന്നോ ഒന്നും എനിക്ക് നിർബന്ധമില്ല. ബട്ട് യു ഹാവ് സംതിങ് ടു സേ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടാവണം, സംവേദിക്കാൻ ഉണ്ടാവണം. സമൂഹത്തോട്, കാലത്തോട് സംവേദിക്കാൻ ഉണ്ടാവണം. നിങ്ങളൊരു കഥ എഴുതി, നോവൽ എഴുതി, കവിത എഴുതിയതുകൊണ്ട് ലോകം നന്നാവും എന്നുള്ള യാതൊരു തെറ്റിദ്ധാരണയും എനിക്കില്ല. ഞാൻ കുറെ പുസ്തകം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ലോകം ഒട്ടും മെച്ചപ്പെട്ടതായിട്ടുണ്ട് എന്ന വ്യർത്ഥമായ അഭിമാന ബോധവും എനിക്കില്ല. പക്ഷേ നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ ഈ വർത്തമാന കാലത്തിന് വേണ്ടി മാത്രം അല്ല. ഇവിടെ അഭിമന്യ പിതാവ് സൂചിപ്പിച്ച മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരുണ്ട്. ആ എഴുത്തുകാർ അവരുടെ കാലത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്ന് എഴുതി അവസാനിപ്പിച്ചവർ അല്ല. പാലായെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കുന്ന ഒരു കവി രാമപുരത്ത് വാര്യരാണ്. രാമപുരത്ത് വാര്യർ, വഞ്ചിപ്പാട്ടിന്റെ സൃഷ്ടാവായ രാമപുരത്ത് വാര്യർ. രാമപുരത്ത് വാര്യർ വഞ്ചിപ്പാട്ട് എന്ന ഒരു കാവ്യ വൃത്തം, ആസ്വാദന സ്വഭാവമുള്ള ഒരു കാവ്യ സ്വരൂപം സൃഷ്ടിച്ച ആൾ ആണ്. മനസ്സിലാക്കണം. കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ മഹത്തായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട് ഒരു വൃത്തമാണ്, ഒരു മീറ്റർ ഇംഗ്ലീഷിൽ പറയും, വൃത്തം എന്ന് മലയാളത്തിൽ പറയും. ഒരു കാവ്യ അനുശീലന രീതി ആണ്. ഒട്ടേറെ എഴുത്തുകാരെ കുറിച്ച് ഇവിടെ അഭിമന്യ പിതാവ് പറയുകയുണ്ടായി. നിങ്ങളുടെ മനസ്സിൽ പതിയേണ്ട ആദ്യത്തെ ഒരു പേര് ഞാൻ പറഞ്ഞത് രാമപുരത്ത് വാര്യർ എന്നാണ്. പാല എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു പേര് പാല നാരായണൻ നായർ എന്നാണ്. എന്താ പാല നാരായണൻ നായർ? കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്ന് അന്യമാം രാജ്യങ്ങളിൽ എന്ന് പല ഭാഗങ്ങളിലായി മനോഹരമായ കവിത രചിച്ച സർഗധനനായ എഴുത്തുകാരനാണ് പാല നാരായണൻ നായർ. അത് അദ്ദേഹത്തെ ഞാൻ പിൽക്കാലത്ത് എനിക്ക് നേരിട്ട് പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നല്ല ആശയ സമ്പുഷ്ടിയുള്ള മനോഹരങ്ങളായിട്ടുള്ള കാവ്യങ്ങൾ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത മഹാനായ എഴുത്തുകാരിൽ ഒരാളാണ് പ്രിയപ്പെട്ട പാല നാരായണൻ നായർ എന്ന് നോക്കുക. പ്രവിത്താനം ദേവസ്വയെ പോലുള്ള വലിയ എഴുത്തുകാർ നമുക്ക് ഉണ്ട്. മാത്യു കുരുവേലിയെ പോലുള്ള വലിയ എഴുത്തുകാർ, പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് വളർന്നു വന്ന ഒരു വലിയ കഥാകാരിയുണ്ട്. മലയാള ചെറുകഥയുടെ ചരിത്രം എഴുതുമ്പോൾ ആദ്യം എഴുതപ്പെടുന്ന ഏതാനും പേരുകളിൽ ഒന്നാണ് ലളിതാംബിക അന്തർജനം. രാമപുരത്തായിരുന്നു, കൊട്ടാരക്കരയിലാണ് ജനിച്ചത് എങ്കിലും രാമപുരത്താണ് അവർ വളർന്നത്. അവരുടെ മകൻ മലയാളത്തിലെ അതുപോലെ പ്രസിദ്ധനായ മറ്റൊരു കഥാകാരനാണ് ശ്രീ എൻ മോഹനൻ. മോഹനേട്ടൻ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന എൻ മോഹനൻ. ലളിതാംബിക അന്തർജനം മഹത്തായിട്ടുള്ള കഥകൾ എഴുതി. അഗ്നിസാക്ഷി എന്നുള്ള നോവൽ എഴുതി. ആ നോവലിലാണ് ആദ്യം വയലാർ അവാർഡ് സമ്മാനിച്ചത് എന്നുള്ളതും സാന്ദർഭികമായി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. എന്റെ വീടിന് അടുത്ത്, പിറവത്താനടുത്ത എന്റെ വീട്, അതിനടുത്താണ് ഇലഞ്ഞി എന്ന ഗ്രാമം. അവിടുത്തെ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു സിസ്റ്റർ മേരി ബെനീഞ്ഞ.
2 മേരി ജോൺമാർ നമുക്കുണ്ട്. ഒന്ന് കൂത്താട്ടുകുളം മേരി ജോൺ ഉണ്ട്, മേരി ജോൺ തോട്ടം എന്ന മറ്റൊരു കവയത്രിയും ഉണ്ട്. ഈ മേരി ജോൺ തോട്ടം ആണ് സിസ്റ്റർ മേരി ബെനീഞ്ഞ ലോകമേ തറവാട് എന്നൊക്കെ എഴുതിയ മനോഹരമായ കവിതകൾ ഞാൻ ക്ലാസ് മുറികളിൽ എന്റെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ മഹാനായ പണ്ഡിതനായ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ആ മഹാനുഭാവന്റെ പേര് ഏബ്രഹാം വടക്കേൽ എന്ന് ആണ്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മഹാനായ ഏബ്രഹാം വടക്കേൽ ചെങ്ങമ്പുഴയുടെ കാവ്യത്തിന് അവതാരിക എഴുതിയ ആളാണ് ഏബ്രഹാം വടക്കേൽ. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാള കവിതയുടെ കാൽപ്പനിക ഭാവത്തെ നിർണയിച്ച മഹാകവി. ചെങ്ങമ്പുഴയുടെ കവിതയ്ക്ക് അവതാരിക എഴുതിയ വന്യനായ അഭിമന്യനായ ഫാദർ ഏബ്രഹാം വടക്കേൽ അച്ഛൻ എന്ന് ഞങ്ങൾ ഓമനിച്ച് വിളിച്ചിരുന്ന നല്ല സ്നേഹമായിരുന്നു അച്ഛനോട്. എൻ്റെ ഹൈസ്കൂളിൽ ഞാൻ പാപ്പാക്കോട് MTM ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് സാഹിത്യ സമാജം സെക്രട്ടറി ആയിരുന്നു. എബ്രഹാം വടക്കേൽ അച്ഛനെ വിളിച്ച് എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന് ഞാൻ പ്രസംഗിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ ഒട്ടേറെ പുരുഷന്മാർ, മഹാന്മാർ ഈ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവിടെ പേരുകൾ ഈ സംസ്കാര ഭൂമിയുടെ അടയാളങ്ങളാണ് എന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. അത് എൻ്റെ ഒരു വശം. അവരെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം, അറിയണം. അജ്ഞരായി മുമ്പോട്ട് പോകാൻ ഇടയാകരുത് എന്നുള്ളത് കൊണ്ട് ഈ പൂർവ്വസൂരികളെ അവരുടെ പേരുകൾ ഞാൻ എടുത്ത് പറഞ്ഞതാണ്. രണ്ടാമത്തെ ഘട്ടം ഞാൻ പറയാം. നിങ്ങൾ എഴുത്തുകാരാകാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. സാഹിത്യ രംഗത്ത് കഥ എഴുതി, കവിത എഴുതി, നോവൽ, വലിയ കാര്യം കുറച്ചുകൂടെ, അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങൾ, വിമർശ ഗ്രന്ഥങ്ങൾ ഒക്കെ എഴുതി മുമ്പോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ് എങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്ക് എഴുതാൻ ഒരു വിഷയം വേണം. ഒരു വിഷയം വേണം. യു ഹാവ് സംതിങ് ടു സേ. പറയാൻ ഒരു കാര്യം ഉണ്ടാവണം, എഴുതാൻ ഒരു വിഷയം ഉണ്ടാവണം. യു ഹാവ് എ സബ്ജക്ട് ഓഫ് യുവർ ഓൺ എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കുന്ന ഒരു പ്രമേയം ഉണ്ടാവണം. നിങ്ങളുടെ മുമ്പേ പറഞ്ഞ ആളുകൾ പറഞ്ഞു വെച്ചത് ഒന്നും ആയിരിക്കരുത്. അതൊക്കെ പഠിക്കാം, അതൊക്കെ വായിക്കണം, ധാരാളമായിട്ട് വായിക്കണം. എഴുത്തുകാരൻ കുറെ എന്താണ് അതൊന്നും വായിച്ചാൽ പോരാ. ഇപ്പൊ മലയാളത്തിൽ എഴുത്തുകാരാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിക്കണം. മലയാളത്തിലെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ പോരാ, ഇംഗ്ലീഷ് ഭാഷയിൽ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ എത്ര ഭാഷകളിൽ എഴുതപ്പെട്ട മഹത്തായ ഗ്രന്ഥങ്ങളാണോ എങ്കിലും അതിന്റെ ഒറിജിനൽ വായിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല. ഞാൻ റഷ്യൻ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് വായിച്ചിട്ടുണ്ട്, വായിച്ചെന്ന് പറയല്ല. ഡോസ്റ്റോവസ്കിയും ടർജനീവും ചെക്കോവും മായക്കോവിസ്കിയും എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാം മലയാള പരിഭാഷയാണ്. എനിക്ക് റഷ്യൻ അറിയില്ല. ബംഗാളിയിൽ എഴുതപ്പെട്ട മഹത്തായിട്ട് കൃതികളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ബംഗാളി അറിയില്ല, പക്ഷെ എല്ലാറ്റിൻ്റെയും മലയാള പരിഭാഷ നമുക്കുണ്ട്. പ്രബോധ് കുമാർ സന്യാലായാലും താരാശങ്കർ ബാനർജി ആയാലും എല്ലാവരുടെയും മലയാള പരിഭാഷ നമുക്ക് സംലഭ്യമാണ്. അതുകൊണ്ട് എന്ത് വേണം? പ്രധാനപ്പെട്ട കൃതികൾ മലയാളത്തിലെ, ഇന്ത്യൻ സാഹിത്യത്തിലെ, ലോക സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ വായിക്കുക, മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അതുപോലെ എഴുതാനാണ്? അല്ല, അതുപോലെ എഴുതരുത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഒരിക്കലും മറ്റൊരാളെ പോലെ നിങ്ങൾ എഴുതരുത്. അങ്ങനെ എഴുതാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ തകഴിച്ചേട്ടനെ പോലെ എഴുതാൻ എനിക്ക് പറ്റില്ല. തകഴി ശിവശങ്കരപ്പിള്ളയെ പോലെ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഞാൻ എഴുതേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? That is already written by the great writer തകഴി ശിവശങ്കരപ്പിള്ള. ഓക്കെ, വേണ്ട, അവിടെ ഉണ്ട് ആ പുസ്തകം. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വിഷയം വേണം, ഒരു മൗലികമായ ഒരു പ്രമേയം വേണം. യു ഹാവ് എ സബ്ജക്ട് ഓഫ് യുവർ ഓൺ.
യു ഹാവ് എ സ്പെസിഫിക് യുണീക് കോൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചർ. അത് വേണം, അതിൽ എഴുതണം. ഇനി വേറെ പണിക്ക് പോയാൽ മതി. ഇപ്പൊ എല്ലാവരും സാഹിത്യകാരന്മാരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, കണ്ടോ? ഒരു നിർബന്ധമില്ല. നിങ്ങളിപ്പോ സാഹിത്യകാരന്മാരായിട്ടില്ല എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആൺകുട്ടികളാണെങ്കിൽ പെണ്ണ് കിട്ടുന്നതിന് സാഹിത്യകാരനാകണ്ട. എന്റെയൊക്കെ കാലത്താണെങ്കിൽ അതൊരു സാഹിത്യകാരനാകുക എന്ന് പറയുന്ന ഒരു കുഴപ്പമായിരുന്നു. നല്ല പെണ്ണ് കിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ കൊള്ളരുതാത്തവന്മാരാണ് എഴുത്തുകാർ എന്ന് ചിന്തിച്ചിരുന്ന ഒരു പഴയ കാലമുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് പാടുപെട്ടു എന്ന് എനിക്കറിയാം. ഇരിക്കട്ടെ, അതല്ല വിഷയം. അതുകൊണ്ട് ഒരു നല്ല യുണീക്ക് ആയ പ്രത്യേകമായ ഒരു സബ്ജക്റ്റ്, വിഷയം, കോൺസെപ്റ്റ് നിങ്ങൾക്ക് വേണം. അത് വേണം. അത് നിങ്ങൾക്ക് മുമ്പ് ആരും കൈകാര്യം ചെയ്തത് ആയിരിക്കരുത്. എന്ന് പറയുമ്പോ മറ്റുള്ളവരെ വായിക്കാതാണെന്ന് അറിയാൻ പറ്റും. മറ്റുള്ളവരെ വായിച്ചെങ്കിലല്ലേ അവരെന്താണ് എഴുതിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിൽ നിന്ന് ഭിന്നമായി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ? ഒരു വിഷയം മാത്രമല്ല, എഴുതുന്ന രീതിയും ഭിന്നമായിരിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ് പാറപ്പുറം. പാറപ്പുറത്ത് കേട്ടുണ്ടോ? അരനാഴിക നേരമൊക്കെ എഴുതിയ. പക്ഷെ പാറപ്പുറത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ് എന്ന് കരുതി പാറപ്പുറത്തിനെ കൂടെ ഞാൻ എഴുതില്ല. MT വാസുദേവൻ നായർ, വാസുദേവൻ എനിക്ക് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. പക്ഷെ MT വാസുദേവൻ നായർ അത് എഴുതാനുള്ള യോഗ്യത എനിക്കില്ല. നമ്മൾ നിൽക്കട്ടെ, യോഗ്യത ഉണ്ടെങ്കിൽ പോലും ഒരു വരി അതിന്റെ മാറ്റൊലിയായിട്ട് ഞാൻ എഴുതില്ല. അങ്ങനെ തോന്നിയാൽ ആ സമയം ഞാനത് എന്റെ എഴുത്ത് ഞാൻ ചുരുക്കിപ്പിടി ദൂരെ എഴുതി. കാരണം വേറൊരാളെ അനുകരിക്കാൻ പാടില്ല. നിങ്ങൾ പഠിക്കണം മറ്റുള്ളവരെ, പക്ഷേ അനുകരിക്കരുത്. മറ്റൊന്ന്, നിങ്ങൾ എഴുതി തുടങ്ങാൻ വിചാരിക്കുക. ഞാൻ ചില എഴുത്തുകാരൻ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയിലൊക്കെ ദീർഘകാല അംഗമായിരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. പല പുരസ്കാര നിർണയ കമ്മിറ്റിയിലും അംഗമായിരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പല എഴുത്തുകാരും നോക്കുമ്പോൾ എന്താണെന്നറിയാമോ, ഇത് മുമ്പ് വായിച്ചിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. പുതിയ പുസ്തകമായി സമർപ്പിക്കപ്പെടുന്ന പല കൃതികളും വായിക്കുമ്പോ ഇത് പണ്ട് വായിച്ചതല്ലേ, നമ്മൾ വേറെ എവിടെ വായിച്ചിട്ടുണ്ടല്ലോ, ഈ എഴുത്തുകാരൻ എഴുതിയതല്ല, വേറെ ആണുങ്ങൾ എഴുതി വെച്ചതാണ്. അത് അതുപോലെ പകർത്തി എഴുത്തുകാരനായിട്ട് മുൻപോട്ട് വരുന്ന എഴുത്തുകാരൻ. സാഹിത്യം എന്ന് പറയുന്നത് പകർത്തി എഴുത്തല്ല, അതിന് കോപ്പി റൈറ്റിംഗ് എന്നാണ് പറയുന്നത്, ലിറ്റററി റൈറ്റിംഗ് അല്ല. അതുകൊണ്ട് ആരെയും അനുകരിക്കരുത്. ഒരു പടി കൂടി കടത്തി ഞാൻ പറയാം, നിങ്ങളെ പോലും അനുകരിക്കരുത്. ഒരു നല്ല കഥ എഴുതി, നല്ലത്, എല്ലാരും പറഞ്ഞു നല്ലത്, അതുകൊണ്ട് അതുപോലെ പിന്നെ കാഴ്ചക്കളയാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മൗലിക പ്രതിഭയുള്ള ഒരു എഴുത്തുകാരിയാകാൻ സാധിക്കില്ല. പിന്നെ ഇത് വേണം, ഓരോ വിഷയവും അല്ലെ ഓരോ സമയത്ത് എഴുതുന്ന കഥയുടെ, നോവലിന്റെ ഒക്കെ പ്രമേയം പുതുത ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ, മൗലികമായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരിക്കലും അനുകരിക്കരുത്. നിങ്ങളുടെ ഓരോ കൃതിയും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി. മനസ്സിലായോ? ഇന്നലെ എഴുതുമ്പോൾ ആയിരിക്കും ഇന്ന് എഴുതുന്നത്. എന്നോട് അടുത്ത ചോദിച്ചു, സാർ ഇപ്പൊ എന്നാ എഴുതുന്നത്? ഞാൻ ചോദിച്ചു, എഴുതാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ വേണ്ട സമയമില്ലേ സാർ, റിട്ടയർ ചെയ്തിരിക്കുകയല്ലേ, 24 മണിക്കൂറുണ്ടല്ലോ, എഴുതാൻ മേലെ എന്നുവെച്ചാൽ ചോദിച്ച വിധി ധരിച്ചു വെച്ചിരിക്കുന്നത് രാവിലെ 6 മണി തൊട്ട് രാത്രി 12 മണി വരെയോ അല്ലെങ്കിൽ 10 മണി വരെയോ ഇത് തുടർച്ചയായിട്ട് എഴുതുന്ന പടച്ചു വിടുന്ന ഒന്നാണ് സാഹിത്യം എന്ന് ധരിച്ചാൽ തെറ്റി. അങ്ങനെയല്ല. ഞാനൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എഴുതാതിരിക്കുക എന്നാണ്. വായിക്കുക, മറ്റുള്ളവർ എഴുതുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ലതുപോലെ വായിച്ച് നമുക്ക് പുത്തനായി നമ്മൾ വായിച്ചതിനപ്പുറത്തേക്ക് എന്തെങ്കിലും എഴുതാൻ കഴിയും എന്നുള്ള ഒരു ബോധം മനസ്സിൽ ഉറയ്ക്കുമ്പോൾ മാത്രമേ പേരെടുക്കാവൂ എന്ന് നിങ്ങളോട് കർശനമായിട്ട് ഞാൻ പറയാം. അത് എഴുതണ്ട, ഒരു കാര്യമില്ല. നിങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല. അറിയണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു നല്ല കഥ എഴുതുമ്പോൾ 4 പേര് വായിക്കണമെന്നും നമ്മളെ പ്രശംസിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? ഇല്ലെങ്കിൽ എന്തിനാണ് പത്രത്താള് ദീപനാഥത്തിന്റെ അല്ലെങ്കിൽ ദീപികയുടെ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ അല്ലെങ്കിൽ കലാകൗമുദിയുടെ ഒക്കെ പേരുകൾ മെനക്കെടുത്തുന്നത് എന്തിനാണ്?
അപ്പോ നമ്മൾ എഴുതുന്നത് മറ്റുള്ളവർ വായിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോ ഷുഡ് ബി വെരി ഒറിജിനൽ, യുണീക്ക്. മക്കൾക്ക് അർത്ഥം ശരിയറിയാമല്ലോ. ഒറിജിനൽ, യുണീക്ക്, ആൻഡ് ഇറ്റ് വാസ് നോട്ട് റിട്ടൺ ബൈ എനിബഡി ബിഫോർ. അത് ഏറ്റവും പ്രധാനപ്പെട്ട. നിങ്ങൾ പോലും എഴുതിയത് ആയിരിക്കരുത്. അങ്ങനെ എഴുതുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പെട്ടെന്ന് നിർത്താമോ? പിതാവിനെ ഇങ്ങനെ ഇരുത്തി ബോർഡിലേക്ക് പ്രസംഗിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. ഞാൻ പിതാവിനോട് വിനയപൂർവ്വം അപേക്ഷിച്ചതാണ്. പിതാവിന് ഇഷ്ടമുള്ളവർ പോകാം, നേരത്തെ പോകുന്നു, സന്തോഷമാണ് ഞാൻ പറഞ്ഞതാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, അപ്പോ യു ഹാവ് സംതിങ് ടു സേ, പറയാനെന്നുണ്ടായിരിക്കുക. അത് പുത്തനായിട്ട് പറയുക, മൗലികമായിട്ട് പറയുക, മുൻപാരും പറഞ്ഞതുപോലെ പറയാതിരിക്കുക, നിങ്ങൾ പറഞ്ഞത് തന്നെ ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കിയാൽ പറയാം. മനസ്സിലായോ? ശരി. അധ്യാപകനായിരുന്ന ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇത് കാലത്തിന് ചേരുന്നതാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തിന് ഇത് ആവശ്യമുണ്ട്. യു ആർ റൈറ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ. ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, കാലങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ വായിക്കുന്നില്ല ടോൾസ്റ്റോയ്? നിങ്ങൾ വായിക്കുന്നില്ലേ? ഇപ്പോഴും വായിക്കുന്നില്ല? ദോസ്റ്റോവസ്കിയെ വായിക്കുന്നില്ലേ? ഇല്ലേ? CP രാമപിള്ള. ഞാൻ നോവൽ ഇഷ്ടമായതുകൊണ്ട് നോവൽ എഴുത്തുകാരുടെ പേരുകൾ പറയുകയാണ്. O ചന്തു മേനോൻ, തകഴി, കേശവദേവ്, വൈക്കം മുഹമ്മദ് ബഷീർ. ബഹുമാന്യനായ പ്രിയപ്പെട്ട വലിയ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഒത്തിരി ബന്ധം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ അവരെ പോലെയൊക്കെ എഴുതാൻ ശ്രമിക്കരുത് എന്നാണ് എന്റെ അപേക്ഷ. എന്റെ അപേക്ഷ അതാണ്. നിങ്ങൾ എന്ത് വേണം? നിങ്ങളെപ്പോലെ നിങ്ങളെ തന്നെ സംസ്കരിച്ച് സമൂഹത്തിന് സമർപ്പിക്കുക. അപ്പൊ അത് കാലത്തിന് വേണ്ടി എഴുതുക, വർത്തമാന കാലത്തിന് വേണ്ടി എഴുതരുത്. ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ ആവേശമുള്ളൊരു സംഭവം എടുത്തിട്ട് എഴുതി അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് തോന്നണം ഇത് കാലത്തിന് വേണ്ടിയുള്ള എഴുത്താണ്. അപ്പോ മറ്റാരും സ്വീകരിക്കാത്ത ഒരു വിഷയം നിങ്ങൾ സ്വീകരിക്കണം, ഒരു പ്രമേയം നിങ്ങൾ സ്വീകരിക്കണം. എന്നോട് ചോദിക്കണം നിങ്ങൾ, തനിക്കെന്ത് പുതുമയാർന്ന മറ്റാരും പ്രയോഗിക്കാത്ത ഏത് പ്രമേയമാണ് താങ്കൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നത്, എന്റെ ഉൾക്കടൽ എന്ന നോവൽ മലയാളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് നോവൽ ആണ്. കോളേജ് ക്യാമ്പസിനെ കേന്ദ്രമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ നോവൽ ഉൾക്കടൽ ആണ്. ആദ്യമുണ്ടായ സിനിമ ഉൾക്കടൽ ആണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് ക്യാമ്പസ് ഫിലിം. അപ്പൊ ഒരു പ്ലസ് എനിക്ക് അറിയാമല്ലോ, ഒരു പ്ലസ്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയാമോ? ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനം അമ്മ എന്ന വിഷയം. മദർ, ദി മദർ, MOTHER. എല്ലാ അക്ഷരവും ക്യാപിറ്റലാണ്. എന്റെ ആത്മകഥ നാഷണൽ അവാർഡ് കിട്ടിയ, ദേശീയ അവാർഡ് ലഭിച്ച, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പുസ്തകത്തിന്റെ പേര് ഹൃദയരാഗങ്ങൾ എന്നാണ്. ഈ ഹൃദയരാഗങ്ങൾ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് അർക്കെന്നറിയാം? പുസ്തകങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. എന്റെ അമ്മയ്ക്ക് എല്ലാ അമ്മമാർക്കും എന്നാണ്. എന്റെ അമ്മയ്ക്ക് എല്ലാ അമ്മമാർക്കും. എന്റെ അമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മുടെ സംസ്കാരം നമ്മളോട് പറയും. എന്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരി. ഓക്കെ, ശരി. അപ്പോ ഞാൻ എന്റെ അമ്മയ്ക്ക്, ലോകത്തിലെ എല്ലാ അമ്മമാർക്കും ഞാൻ എന്റെ പുസ്തകം സമർപ്പിക്കുകയാണ്. അപ്പൊ അമ്മ എന്നുള്ള വിഷയം, എന്റെ കൽത്താമര, രണ്ട് പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. കൽത്താമര എന്നുള്ള നോവൽ. കൽത്താമര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എപ്പിഫൈറ്റ്, ഇറ്റ്സ് എൻ ഓർക്കിഡ്. നിങ്ങൾക്ക് ഈ വൃക്ഷത്തിൽ പടർന്നു കയറുന്ന ഇത്തിൽ കണ്ണി കണ്ടുണ്ട് ഇല്ലേ? ദാറ്റ്സ് എ പാരസൈറ്റ്. ഞാൻ ബൊട്ടാണിസ്റ്റ് അല്ല, എങ്കിലും കുറച്ച് റിസർച്ച് ചെയ്തിട്ട് എഴുതിയതാണ്. ആ ശാസ്ത്രജ്ഞനല്ല. പക്ഷേ ഒരു വൃക്ഷത്തിൽ ഇത്തിൽ കണ്ണി പടർന്നു കയറിയാൽ എന്ത് സംഭവിക്കും? മദർ പ്ലാന്റ് വിൽ ഡൈ. മദർ പ്ലാന്റ് വിൽ ഡൈ. അതാണ് സംഭവിക്കുക. അപ്പോ
കൽത്താമര ഈസ് എൻ എപ്പിഫൈറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ പാരസൈറ്റ്. എന്താ എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ? ഓർഡിനറി അറിയാവുന്ന പദം അറിയാം. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് മദർ പ്ലാന്റിൽ ജീവിക്കുന്നു, പക്ഷെ മദർ പ്ലാന്റിന്റെ ഒരു അംശവും ഇത് വലിച്ചെടുക്കുന്നില്ല. മദർ പ്ലാന്റ് യാതൊരു ദോഷവും ചെയ്യുന്നില്ല. പിന്നെ ഇതിന്റെ ഫുഡ് എങ്ങനെയാണ്? ഭക്ഷണം, ദാറ്റ് ഇസ് ബൈ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ആണ്. ഇറ്റ് ഇസ് എൻ ഓർക്കിഡ്. അപ്പോ ഞാൻ ഈ കൽത്താമര എന്ന നോവലിൽ പറഞ്ഞത് ഒരു കുട്ടിയുടെ കഥ. ഗോപൻ എന്നാണ് കുട്ടിയുടെ പേര്. ഗോപൻ, ഹീസ് എ മെഡിക്കൽ സ്റ്റുഡന്റ്, ഒരു 4th ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അവന്റെ അമ്മയെ തേടുന്നതാണ് എന്റെ നോവലിന്റെ കഥ. അമ്മയെ തേടുക എന്ന് വെച്ചാൽ അന്ന് വരെ അവന്റെ അമ്മ എന്ന് അവൻ വിശ്വസിച്ചിരുന്നയാൾ തന്റെ അമ്മയല്ല എന്ന് ഒരു നിമിഷം അവൻ അറിയുന്നു. എപ്പോൾ? അമ്മയ്ക്ക് വയറുവേദനയായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന്, മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, അവന്റെ ഡോക്ടർ അമ്മയെ ഓപ്പറേറ്റ് ചെയ്യാണ്. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാകുന്നു എന്ത്? ഹെർ യൂട്രസ് ഈസ് കൺട്രൈവ്ഡ്, ചുരുങ്ങിയ ഒരു യൂട്രസ് ആണ്. ആ സ്ത്രീ ഗർഭം ധരിച്ചിട്ടില്ല, ആ സ്ത്രീ പ്രസവിച്ചിട്ടില്ല. അവര് വന്ന് ഗോപനോട് ചോദിക്കുന്നു. ഗോപൻ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ഗോപൻ, യു ടോൾഡ് മീ ദാറ്റ് ദിസ് ഈസ് യുവർ മദർ. യാ, മൈ മദർ. മേ നോട്ട് ബി, മേ ബി യുവർ സ്റ്റെപ്പ് മദർ. ഡോക്ടർ പറയും. അതെന്താണ്? അല്ല, എന്റെ അമ്മയാണ്. അല്ല, ഈ സ്ത്രീ പ്രസവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ എന്റെ അമ്മയായി? അല്ലെങ്കിൽ ആരാണ് എന്റെ അമ്മ എന്നുള്ള അന്വേഷണം ആണ് ആ നോവലിൽ നടക്കുന്നത്. അത് പിന്നെ എങ്ങനെയാണ് സമാപനം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വല്ലപ്പോഴും അവസരം കിട്ടുമ്പോൾ പുസ്തകം വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ പഠിച്ചില്ലെങ്കിൽ അമേരിക്കയിലെ അറ്റ്ലാന്റ യൂണിവേഴ്സിറ്റിയിൽ അത് ടെക്സ്റ്റ് ബുക്കാണ്, ഓർക്കിഡ് എന്നുള്ള പേര്. അമേരിക്കയിലെ ക്ലർക്ക് അറ്റ്ലാന്റ യൂണിവേഴ്സിറ്റിയിൽ മൈ ഓർക്കിഡ് ഈസ് എ ടെക്സ്റ്റ് ബുക്ക്. യു ക്യാൻ ഗോ ദേർ ആൻഡ് റീഡ് ദേർ. അമേരിക്കയിൽ പോയിട്ടാണല്ലോ പഠിത്തം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അഹങ്കാരം പറഞ്ഞതല്ല. ഇങ്ങനെയാണ് നമ്മൾ ഓരോ വിഷയം കണ്ടെത്തുന്നത്. ഞാൻ കോട്ടയത്ത് ഒരു വീട്ടിൽ വന്നപ്പോ ഒരു അമ്മ ഒരു പ്രാവിനെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നു. അതിന്റെ കാലുകളിൽ നിന്ന് രക്തം വീഴുന്നു. അമ്മ അകത്തേക്ക് നോക്കി വിളിച്ചോദിക്കുന്നു, മോളെ, ഞാനിതിനെ കളയട്ടെ, ഇനി ഇത് മുട്ടയിടൂല, കുഞ്ഞുങ്ങളെ വിരിയിക്കില്ല, പിന്നെ എന്തിനാ ഇതിനെ വളർത്തുന്നത് എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് മുറിക്കുള്ളിൽ നിന്ന് അലറുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു, അമ്മ എന്താ എന്നെ കൊല്ലാതിരുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ ആ വീട്ടിൽ ആദ്യമായിട്ട് ചെല്ലുകയാണ്, വേറെ കോണ്ടെക്സ്റ്റിൽ ഒന്നും പറയുന്നില്ല. നോക്കുമ്പോ കാലുകൾ തളർന്ന് കട്ടിലിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കാണുന്നു. അവിടെ നിന്നാണ് എന്റെ കാമന എന്നുള്ള നോവൽ, യമനം എന്നുള്ള പേരിൽ ഭരത് ഗോപി അത് സിനിമയാക്കി നാഷണൽ അവാർഡ് കിട്ടി. അപ്പോ ആ കുട്ടിക്ക് കാലുകളില്ല, പോളിയോ വന്നിട്ട് 2 കാലും ശോഷിച്ച് കിടക്കുകയാണ്. 1985 ഇന്റർനാഷണൽ ഡേ ഓഫ് ദി ഡിസേബിൾഡ് ആചരിച്ചപ്പോ ഈ പുസ്തകം ഞാൻ പ്രസിദ്ധപ്പെടുത്തി. എനിക്ക് നല്ല അംഗീകാരം കിട്ടിയ പുസ്തകമാണ്. ഞാൻ പറയുന്നത് 3 പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞത് എന്തിനാണ്? ഒരു ക്യാമ്പസ് നോവൽ, ഫസ്റ്റ് ബുക്ക് ഓൺ എ ഡിസേബിൾഡ് ഗേൾ ആൻഡ് ഒരു മദർഹുഡ് എന്നുള്ള ആ ഒരു ആശയത്തെ ആവിഷ്കരിക്കുന്ന പുസ്തകം. ഈ അമ്മ എന്നെ ഇങ്ങനെ വിട്ടുകൂടാതെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ ഹൃദയത്തിൽ ഒരു വാൾ എന്ന നോവൽ എഴുതിയത്. ഹൃദയത്തിൽ ഒരു വാൾ, ഇംഗ്ലീഷിൽ അത് ദ സോഡ് ഇൻ ദ സോൾ എന്ന പേരിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദ സോഡ് ഇൻ ദ സോൾ. കുട്ടിക്കാലം തൊട്ട് കൃത്യമായി എന്റെ വീട്ടിൽ വേദപുസ്തകം വായിക്കാതെ അമ്മ അത്താഴം വളർന്നില്ല. ശരിക്കും ശ്രമിച്ചിട്ടുണ്ട് പറയാൻ. അതിൽ ഒരു വാക്കുണ്ട്, യേശു തമ്പുരാനെ കുട്ടിയെ യെരൂശലേം ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ അവിടെ ശിമയോൻ എന്ന ഒരു താപസനും അന്ന എന്ന ഒരു പ്രഭാഷികയും ജീവിച്ചിരുന്നു. ഈ കുട്ടിയെ കൈകളെടുത്തിട്ട് ശിമയോൻ പറയുന്ന വാക്കുകളുണ്ട്. മറിയത്തോട് പറയാണ്, എന്താണ്? മറിയം, ലോകത്തിന് മുഴുവൻ സംഭവിക്കാനിരിക്കുന്ന വലിയ നന്മ എന്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. പക്ഷേ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. ദ സോൾ ഇൻ ദി സോൾ. മനസ്സിലായി? ഹൃദയകുമാരി ടീച്ചർ
ഈ നോവൽ വായിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു. ടീച്ചറിന് ചോദിച്ചു, ജോർജെ നീ എന്താ ഇതൊരു 500 പേജായിട്ട് എഴുതാതിരുന്നത്, ഒരു 170 പേജുള്ളല്ലോ. അപ്പൊ ടീച്ചറിന് ചോദിച്ചു, ടീച്ചറിന്റെ കുഴപ്പമുണ്ടോ അത്ര വലുതായിട്ട് എഴുതാത്തതുകൊണ്ട്? ഇല്ല, വലുതായിട്ട് എഴുതണ്ട, അത്രയും മതി, ഇതിനകത്ത് എല്ലാം ഉണ്ട്, ഇറ്റ് ഈസ് വണ്ടർഫുൾ ഗ്രേറ്റ് എന്ന് ടീച്ചർ എന്നോട് പറഞ്ഞു. KCBC കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് എനിക്ക് അതിന് ഏറ്റവും നല്ല പുരസ്കാരവും തന്നു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടു കൂടി നന്ദിയോടുകൂടി ഓർക്കുകയാണ് ചെയ്യുന്നത്. ദ സോൾ ഇൻ ദി സോൾ, ഇംഗ്ലീഷിലും ആ പുസ്തകം നന്നായിട്ട് വായിക്കുന്നുണ്ട്. അമ്മ, എനിക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ ഭക്തിപൂർവ്വം നിത്യവും പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവം ശ്രീ യേശു ആണ്, യേശു തമ്പുരാനാണ്. എല്ലാവരും ഞാൻ ആദരിക്കുന്നതാണ്, എല്ലാ വിശ്വാസങ്ങളെയും മാനിക്കുന്ന ആളാണ് ഞാൻ. എന്റെ വീഡിയോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് മൈ ഗോഡ് ഈസ് ദി സൺ ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ജീസസ്. ഞാൻ ജീസസിനെ ആദരിക്കുമ്പോ ഒപ്പം അതോട് ചേർത്ത് വെച്ച് എന്റെ ഹൃദയത്തിൽ പൂജിക്കുന്ന ഒരാൾ പരിശുദ്ധ കന്യക മറിയം ആണ്, യേശുവിന്റെ അമ്മയാണ്. ഐ കനോട്ട് തിങ്ക് ഓഫ് ജീസസ് വിത്തൗട്ട് ഹിസ് മദർ. അമ്മയുടെ പുത്രനാണ്, മറിയത്തിന്റെ മകൻ. ഞാൻ ഒരു കഥയും എഴുതിയിട്ടുണ്ട്, മറിയത്തിന്റെ മകൻ. മറിയത്തിന്റെ മകൻ, ജോസഫിന്റെ മകൻ എന്ന് പറയുന്നത് തത്വമില്ല, നിങ്ങൾക്കറിയാം. ദൈവം മറിയത്തോട് പറഞ്ഞിട്ടാണ്, നീ ഗർഭം ധരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണം എന്ന് ദൈവത്തിന്റെ വാക്കുകളാണ്. That's the word of the God ആണ്. ഓക്കെ അല്ലേ? അപ്പോ ചുമ്മാ ഇന്ന് കളിച്ചാൽ പോരാ, വേദവസ്തം വായിച്ച് തമാശ പറഞ്ഞാൽ പോരാ, വേദവസ്തം ധ്യാനിക്കാനുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പുസ്തകങ്ങളെല്ലാം ധ്യാനിക്കാനുള്ളതാണ്. അതുപോലെ ഞാൻ പറയും, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ നന്നായി വായിക്കാനുള്ളതാണ്, നന്നായിട്ട് അറിയാനുള്ളതാണ്, നന്നായി ധ്യാനിക്കാനുള്ളതാണ്, നിങ്ങളുടെ വികാരത്തിന്റെ വിഷയം ആക്കാനുള്ളതാണ്. അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നല്ല പുസ്തകം എഴുതാൻ സാധിക്കൂ. ഞാൻ നല്ല പുസ്തകം എഴുതി നല്ല പറയുന്നത് ക്ഷമാപണപൂർവ്വം മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. നല്ല മഹത്തായിട്ടുള്ള കൃതികൾ വായിക്കണം, അത് പഠിക്കണം, ധ്യാനിക്കണം. പിന്നെ ഒത്തിരി യാത്ര ചെയ്യണം, കിട്ടുന്ന അവസരം മുഴുവൻ സഞ്ചരിക്കണം, ആളുകളോട് സംസ്കാരങ്ങളോട് ബന്ധപ്പെടണം, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് പറക്കണം. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറന്ന് ലോകം പോയി ചുറ്റി ആടിച്ച് കറങ്ങി വായിച്ച് പഠിച്ച് കാഴ്ചകൾ കണ്ട്. ഇന്നിപ്പോ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ മലയോര ഹൈവേ വഴി യാത്ര ചെയ്തത്. ആദ്യം ഐ വാസ് സോ ഫാസിനേറ്റഡ്. എനിക്ക് തടത്തലച്ചോട് വലിയ ബഹുമാനം തോന്നി. അതുപോലെ ഇതിലെ വരണം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞ നമ്മുടെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിത ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ ദീപനാഥത്തിൽ ഒക്കെ ലാലിയ ഇവിടെ ഉണ്ട്. ലാലിയാണ് എന്നെ ആദ്യം ഇവിടെ വരണം എന്ന് പറഞ്ഞത്. ഈ മലയോര വഴി ഇങ്ങനെ വന്നപ്പോ എന്ത് അത്ഭുതകരമായ സാഹസികമായ ഒരു ലോകത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇത് കേരളത്തിന്റെ മണ്ണിലൂടെ തന്നെയാണോ എന്നതൊക്കെ സംശയമാണ്. സോ ഗ്രേറ്റ്. ഭൂമി നമ്മെ വെല്ലുവിളിക്കുകയാണ് അല്ലെ? ഭൂമിയുടെ ആ മഹത്വവും ആവേശവും മുഴുവൻ നമ്മൾ രസിക്കുന്നത് പോലുള്ള അനുഭവം എനിക്ക് ഉണ്ടായി എന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾ സഞ്ചരിക്കണം. യൂറോപ്പിൽ പോണമെന്നില്ല, അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒന്നും പോകണമെന്നില്ല. നിങ്ങളുടെ മലയോര പാതകളിലൂടെ സഞ്ചരിക്കുക, നല്ല കാഴ്ചകൾ കാണാം. ഒട്ടേറെ പുതിയ കാഴ്ചകൾ കണ്ട് ആവേശത്തോടു കൂടി പുതിയ പുതിയ സൃഷ്ടികൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോ നല്ല വായന, നല്ല കാഴ്ച, നല്ല ആൾക്കാരുമായിട്ടുള്ള ബന്ധം. മനസ്സിലായോ? ഞാൻ യൂണിവേഴ്സിറ്റി തലത്തിൽ ഒട്ടേറെ ശില്പശാലകൾ നടത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി. സാഹിത്യ അക്കാദമിയുടെ ഒട്ടേറെ ലിറ്റററി വർക്ക്ഷോപ്പുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. എന്റെ ലിറ്റററി വർക്ക്ഷോപ്പുകളിലൂടെ നടന്ന് കയറിയ ആളുകളാണ് പിൽക്കാലത്ത് വലിയ എഴുത്തുകാരായത്. എന്റെ മിടുക്കൊണ്ടല്ല, അവരുടെ മിടുക്കൊണ്ടും they got very good training in our literary camp എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതൊരു അനുഭവമാണ്, എഴുത്തുകാരുമായിട്ട് പരിചയപ്പെടാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അത് മീറ്റിംഗ് ഒന്നും വേണ്ട. നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ പ്രദേശത്ത് ഒരു 2 എഴുത്തുകാർ വരുന്നു എന്ന് തോന്നിയാൽ അവരുമായിട്ട് പരിചയപ്പെടുക, അവർ സംസാരിക്കുക. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സാഹിത്യ സമാജ സെക്രട്ടറി ആയിരുന്നു. എന്റെ സ്കൂളിൽ കൊണ്ടുവന്ന് ഞാൻ പ്രസംഗിപ്പിച്ച ആളിലാണ് വയലാർ രാമവർമ്മയും ONV കുറുപ്പും.
രണ്ടുപേരും അന്ന് എൻ്റെ വീട്ടിലാണ് താമസിച്ചത്. എൻ്റെ വലിയ വീടൊന്നുമല്ല, കൊച്ചു വീടാണ്. എൻ്റെ വീട്ടിലാണ് ഉറങ്ങിയത്. അപ്പൊ അന്ന് ആരംഭിച്ച ബന്ധം വയലാറിന്റെ ജന്മശയ്യയിലെ ONVയുടെ ഒരു ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. 9ാമത് ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ ഫെബ്രുവരി 13. മരണം വരെ അവരോട് ഒത്ത് ജീവിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾ ആ ഒരു കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫേവറേറ്റ് റൈറ്റേഴ്സ് അത് തരുക. എന്നാൽ നല്ല എഴുത്തിന്റെ അനുഭവ മണ്ഡലം നിങ്ങൾക്ക് തുറന്നു കിട്ടും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വേണം. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് നിങ്ങളുടെ ക്ഷമയ്ക്ക് ഞാൻ ക്ഷമാപണപൂർവ്വം എന്റെ മാപ്പ് സമർപ്പിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി തന്നതിന് ദീപനാഥത്തോട്, ബഹുമാനപ്പെട്ട തടത്തിൽ അച്ഛനോട്, എന്നെ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങളെ ശല്യപ്പെടുത്താൻ മുഖ്യ കാരണക്കാരിയായിട്ടുള്ള ആ ഡാലിയ എന്ന പെൺകുട്ടി, സ്ത്രീ, അമ്മ പ്രകടനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോ സ്ഥലം വിട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടോ? പ്രകടനമുണ്ടോ? പോയി. അപ്പൊ ഈ കുറ്റവാളിയെ നിങ്ങൾ പ്രത്യേകം കണ്ടുപിടിച്ചുകൊള്ളുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പ്രത്യേകമായ നന്ദി. പിതാവ് എന്നോട് ക്ഷമിക്കണം. പിതാവിന് സുഖമില്ലാതിരുന്നിട്ടും ഇത്ര നേരം എനിക്കതിനുള്ള കാരുണ്യം എന്നോട് കാണിച്ചല്ലോ എന്നുള്ളതിൽ വലിയ നന്ദിയുണ്ട്. നന്ദി പറഞ്ഞ് തീർക്കുന്നില്ല, വലിയ കടപ്പാടുണ്ട്. ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നിങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കും.